ഒരു കോമഡി ഷോ മാതിരിയല്ല. ഇതുവരെ CPM-ന്റെ മരുമകൻ പറഞ്ഞ ഇത് ഞങ്ങൾ ചെയ്തു. കുഞ്ഞാലിക്കുട്ടി സാഹിബ് തന്നെ അസംബ്ലിയിൽ പറഞ്ഞില്ലേ, ആകെ ഈ നാട്ടിൽ നടന്നൊരു ഹൈവേ ആണ്, അതും ചെയ്തത് നിതിൻ ഗഡ്കരി നരേന്ദ്രമോദിയാണ്. ഞാനെന്നാ പറഞ്ഞത്, കുഞ്ഞാലിക്കുട്ടി സാഹിബ് പറഞ്ഞത്. അപ്പോൾ ഇതുവരെ നടന്നത് ക്രെഡിറ്റ് എടുക്കാൻ നോക്കുക. അവർ പദ്ധതികൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഫോട്ടോ അടിച്ച് നരേന്ദ്രമോദിജിന്റെ പദ്ധതി അത് PM മിഡ് ഡേ സ്കീമാണോ, PM ആയുഷ്മാണോ, PM ആവാസാണോ, ഇത് ചെയ്യുന്ന ഒരു നമ്മൾ കാണുന്നുണ്ടല്ലോ. ഒരു സ്ട്രാറ്റജിയാണ്. ഒരു പെട്ടെന്ന് എന്തെങ്കിലും നടന്നാൽ അത് ഞങ്ങൾ ചെയ്തു, അത് ഞങ്ങളുടെ അല്ല, അത് സെൻട്രൽ ഗവൺമെന്റാണ്. ഇത് ജനങ്ങളെല്ലാം ഒഡിയാക്കുന്ന ഒരു സ്ട്രാറ്റജി നടക്കില്ല. നമ്മൾ PDM കോർഡിനേഷൻ്റെ തന്നെ അത് നമ്മൾ ഈ എൻക്വയറി റിപ്പോർട്ട്, ഞാൻ അങ്ങനെ വലിയൊരു എക്സ്പോർട്ടൊന്നുമല്ല. അങ്ങനെ പരാതി അത് നോക്കാം. അത് നോക്കാം. ഇപ്പോൾ സംസ്ഥാന സർക്കാർ ഓരോന്ന് പറയും, ഞങ്ങളുടെ ഫോൾട്ടല്ല, ഞങ്ങൾക്ക് ഇതിൻ്റെ ഒരു പിന്നെ ചുമതലയില്ല. അത് എൻക്വയറി റിപ്പോർട്ട് പറയട്ടെ. ഈ ലാൻഡ് തരുന്നത് സംസ്ഥാന സർക്കാരാണ്, അതിൻ്റെ സർവേ ചെയ്യുന്നത് സംസ്ഥാന സർക്കാരാണ്. ഇത് സർവേ ചെയ്തോ, നന്നായിട്ട് നടന്നോ, അത് എന്താണ് ഇതിന്റെ കാരണം, അത് കോൺട്രാക്ടർ ചെയ്ത തെറ്റാണോ, ഇത് NHI ഒരു ക്വാളിറ്റി ഡിസൈൻ കൊടുത്തത്, അതായത് എൻക്വയറി റിപ്പോർട്ട് പറയട്ടെ. ഓക്കെ, താങ്ക് യു. നിങ്ങൾക്ക് വേറെ ഉണ്ടാക്കുന്നുണ്ട്, എങ്ങനെ ഓപ്പൺ ആയിട്ട് വണ്ടിയിലോ ആഗ്രഹം അപ്പോൾ അതിനെക്കുറിച്ച് 2 മിനിറ്റ് സംസാരിക്കണം. എന്താ സംശയം ഉണ്ടാവാൻ പാടില്ല. ഒരുപാട് സ്ഥലത്ത് പല പണി നടന്നു. അതേപോലെ ഇത് നമുക്ക് പെട്ടെന്ന് ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് പെട്ടെന്ന് തന്നെ ഇത് കൊടുക്കാനുള്ള ഞാൻ ഉറപ്പ് തരുന്നു. ഞാൻ നിതിൻ ഗഡ്കരിജിയോട് സംസാരിച്ചു, അന്ന് തന്നെ സംസാരിച്ചു. നിതിൻ ഗഡ്കരിജി ഭയങ്കര നല്ലൊരു ഡൈനാമിക് മിനിസ്റ്ററാണ്.
അദ്ദേഹം പറഞ്ഞത് ഈ എക്സ്പെർട്ട് കമ്മിറ്റിയുടെ റിപ്പോർട്ട് വന്ന ഉടനെ ഇതിൻ്റെ പരിഹാരവും ഇതിൻ്റെ ഒരു സൊല്യൂഷൻ അദ്ദേഹം ഉണ്ടാക്കി തരുന്നു പറഞ്ഞിട്ടുണ്ട്. അതിൽ ഒരു സംശയം ആർക്കും ഉണ്ടാകാൻ പാടില്ല. ഞാൻ അതിൻ്റെ പുറത്തുണ്ട്. അത് ഞാൻ ചെയ്തിട്ട് ഞാൻ ഏറ്റു അത് ചെയ്യും എന്ന് ഞാൻ പറയുന്നുണ്ട്. എന്തിനാണ് ഈ ഇല്ലാത്ത പണം ദൂർത്തടിച്ചിട്ട് ഈ CPM LDF സംസ്ഥാന സർക്കാരും ആഘോഷിക്കുന്നത്? ഈ കേരളത്തിലുള്ള നടപ്പായിക്കൊണ്ടിരിക്കുന്ന പദ്ധതികൾ കേന്ദ്ര ഗവൺമെന്റ് കേന്ദ്രത്തിൻ്റെത്, അതിൻ്റെ പണം അതും നരേന്ദ്രമോദിയുടേത്. ആകെ പിണറായി സർക്കാരിന്റെ ജോലി എന്താ? നടത്തിപ്പുകാർ. അപ്പം ജനങ്ങൾ ചോദിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പദ്ധതിയും കേന്ദ്രം നരേന്ദ്രമോദി, പണവും മോഡിയുടേത്. അപ്പം നടത്താനൊരു സർക്കാരും നരേന്ദ്രമോദിയോട്ട് അടുപ്പമുള്ള നരേന്ദ്രമോദിയുടെ പാർട്ടിയും മുന്നണിയും ആയിക്കൂടെ എന്നുള്ള ചോദ്യം ഇപ്പോൾ കേരളത്തിലെ ജനങ്ങൾക്കിടയിൽ ഇവ ഉയർന്നു വരുന്നുണ്ട്. 2016 ശേഷം കേരളത്തിലുണ്ടായ എല്ലാ ദുരന്തങ്ങളെയും മലയാളികൾ ഒറ്റക്കെട്ടായി നിന്ന് അതിജീവിച്ചിട്ടുണ്ട്. ദേശീയ ജനാധിപത്യ സഖ്യം വിശ്വസിക്കുന്നു കേരളത്തിലെ എല്ലാ ജനങ്ങളും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഈ പിണറായി സർക്കാർ എന്ന മഹാദുരന്തത്തെയും ഒരു വർഷത്തിനുള്ളിൽ അതിജീവിക്കും. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആദ്യമായി അധികാരത്തിൽ വന്നത് കേരളത്തിലാണെങ്കിൽ ഈ കേരളം തന്നെയായിരിക്കും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ CPMന്റെ അവസാനത്തെ ഭരണവും എന്ന് ജനങ്ങൾ നിശ്ചയിക്കാൻ വേണ്ടി പോവുകയാണ്. അതുവരെ NDAയുടെ പ്രക്ഷോഭം തുടരും. ഇതിന്റെ ഭാഗമായിട്ട് ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പ്രക്ഷോഭത്തിൽ ഞങ്ങൾ ഉയർത്തുന്ന പ്രധാനപ്പെട്ട മുദ്രാവാക്യമാണ് കേരളം വീണ പതിറ്റാണ്ട്. ഈ വരുന്ന 26-ാം തീയതി, മെയ് 26-ാം തീയതി ഈ പ്രക്ഷോഭത്തിന്റെ ആരംഭം എന്നുള്ള നിലയിൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ NDAയുടെ ഒരു പ്രതിഷേധ ധർണ സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. മെയ് 26-ാം തീയതി സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടക്കുന്ന പ്രതിഷേധ ധർണയിൽ NDAയുടെ ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ സംസ്ഥാന നേതാക്കന്മാർ അതിൽ പങ്കെടുക്കും. ഈ മെയ് 26-ന് തന്നെ കേരളത്തിലെ എല്ലാ പഞ്ചായത്തുകളിലും ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ തീജ്വാല എന്നൊരു പരിപാടി സംഘടിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. അന്ന് പഞ്ചായത്തുകളിൽ വളരെ ശക്തി പ്രകടനങ്ങൾ ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ നേതൃത്വത്തിൽ നടക്കുന്നതാണ്. ഈ പ്രതിഷേധ ധർണ BJPയുടെ സംസ്ഥാന അധ്യക്ഷനും
NDAയുടെ സംസ്ഥാന ചെയർമാനുമായ ശ്രീ രാജീവ് ചന്ദ്രശേഖർ ഉദ്ഘാടനം ചെയ്യും. ആ പ്രസ്തുത പരിപാടിയിൽ NDAയുടെ സംസ്ഥാന കൺവീനർ ശ്രീ തുഷാർ വെള്ളാപ്പള്ളി ഉൾപ്പെടെ എല്ലാ NDA നേതാക്കന്മാരും പങ്കെടുക്കുന്നതാണ്.